ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് സജീനയുടെ ഇഷ്യൂസ് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കുറേയധികം പേർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള സൂര്യ പ്രതികരിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഇവരുടെ കാര്യത്തെക്കുറിച്ച് സൂര്യ പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ സൂര്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഓഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അതും കേൾക്കാവുന്നതാണ്. അതിനു മുമ്പുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഫിറോസ് സജീനയുടെ ഇഷ്യൂസ് എന്നുള്ളത് സംസാരിക്കുന്നതായിരിക്കും. കാരണം കുറേയധികം പേർക്ക് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും സൂര്യ എന്താണ് പറഞ്ഞതെന്നുള്ള ആ ഒരു ഓഡിയോക്ക് കേൾപ്പിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഹൈപ്പും ചെയ്തേക്കുക. എന്താണ് ഫസ്റ്റ് ഈ ഒരു ഫിറോസിൻ്റെ സജീനയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവർ ഡിവോഴ്സ് ആയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവരെ പല ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എന്താണ് കാരണം എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു സജീനയുടെ പേരിലും പറഞ്ഞിട്ട് സജീനയ്ക്ക് വേറെ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും റസൂൽ പൂക്കുറ്റിയായിട്ടൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സജീന ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ 4 വർഷമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം വന്നതോടെ കുറേയധികം പേര് ഇവർ ഡിവോഴ്സായിട്ട് എന്തോ 2 വർഷത്തിനടുത്തേ ആവുന്നുള്ളൂ, അതിനുള്ളിൽ തന്നെ എങ്ങനെയാണ് 4 വർഷമായിട്ട് ഇഷ്ടമെന്നൊക്കെ ചോദിച്ച് കുറേയധികം പേര് ആ രീതിയിൽ സജീനയ്ക്കെതിരെയൊക്കെ കുറേയധികം കമൻസും കാര്യങ്ങളും നെഗറ്റീവായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പക്ഷേ ഫിറോസ് ഒന്നും മറുപടിയായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സജീന ആ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉണ്ടെങ്കിൽ ഫിറോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പോസ്റ്റായിട്ടൊക്കെ ഇടാൻ തുടങ്ങി. സത്യങ്ങൾ എന്ന് മറച്ചു വെച്ചാലും അതെല്ലാം പുറത്തു വരും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ട് വന്നതിന് ശേഷം കുറേ ആൾക്കാർ അപ്പോഴത്തേന് ഈ ഒരു കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതെല്ലാം സത്യമാണ്, സജീന ഉണ്ടെങ്കിൽ ഫിറോസിനെ ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേരുണ്ടെങ്കിൽ ഈ സജീനയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കമൻസ് ഇടാനും തുടങ്ങി. അതേ സമയത്തുണ്ടെങ്കിൽ ഫിറോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങളെല്ലാവരും സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫിറോസിന് സപ്പോർട്ടുമായിട്ട് കുറേയധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സജീന ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ അത് കുറേയധികം ക്ലിപ്സ് ഉണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിലിട്ട്. അതിൽ ഫസ്റ്റ് മെയിനായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു സജീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടെങ്കിൽ ഫിറോസുമായിട്ട് നിന്ന സമയത്ത് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജീന അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടെങ്കിൽ സജീന ഈ ഒരു ഫിറോസിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ അടുത്ത ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമോ അല്ലെങ്കിൽ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു, ഇത് കറക്റ്റായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ. ആ സമയത്തുണ്ടെങ്കിൽ ഫിറോസിനെ പറ്റി നല്ല രീതിയിൽ കുടുംബക്കാർ മൊത്തം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ച സമയത്തുണ്ടെങ്കിൽ ഫിറോസിനെ പറ്റി ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ്. ഫിറോസിന് ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു വൈഫിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് ഫിറോസുമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിലെല്ലാം ഫിറോസ് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതും ആ ഒരു സമയത്തൊക്കെ തൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സജീനയുടെ ആദ്യത്തെ കുട്ടിയുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയെപ്പോലെ തന്നെ നോക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ തൻ്റെ അടുത്ത് പെരുമാറുകയും തനിക്ക് ഭയങ്കരമായിട്ട് ഫിറോസിനെ ഇഷ്ടപ്പെടുകയും ഭയങ്കരമായിട്ട് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ കുറച്ച് നാൾ തൻ്റെ കുട്ടിയുണ്ടെങ്കിൽ തൻ്റെ അമ്മയും അച്ഛൻ്റെയും കൂടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഫിറോസുമായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിങ്കിളായിട്ട് വരാൻ വേണ്ടി കുറച്ച് നാൾ അവിടെ തന്നെ ആയിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുട്ടിയെ പോയി കാണാം എന്നുള്ള രീതിയിലായിരുന്നു സജീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു ഫിറോസിനുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ പോയി കുട്ടിയെ കാണുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, തന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു സജീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് തനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഫിറോസിന് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ ഒരു കുട്ടി വേണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് താൻ തയ്യാറല്ലെങ്കിൽ ഫിറോസിൻ്റെ ആഗ്രഹപ്രകാരം തനിക്കൊരു
ഒരു കുട്ടി ഓക്കെ എന്നുള്ള രീതിയിൽ തീരുമാനിക്കുകയും അങ്ങനെ അതിന് തയ്യാറെടുക്കുക അതേ രീതിയിൽ പ്രഗ്നൻ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ താനുണ്ടെങ്കിൽ തൻ്റെ വീട്ടിൽ പോയി നിന്ന് തൻ്റെ മൂത്ത കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിറോസ് വന്ന് തന്നെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫിറോസിനെ വിളിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫിറോസ് ഭയങ്കര ബിസിയാണ് എന്നുള്ള രീതിയിൽ ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആരുടെ അടുത്താണ് സംസാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഗൾഫിലുള്ള ഫ്രണ്ടിൻ്റെ അടുത്താണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. പക്ഷെ അത് സത്യമല്ല എന്നുള്ള രീതിയിൽ തനിക്കറിയാമായിരുന്നു എന്നും അവസാനം താൻ കണ്ടെത്തിയതും വേറൊരു പെൺകുട്ടിയുമായിട്ട് ഈ ഒരു ഫിറോസ് ചാറ്റ് ചെയ്യുന്നു. ആ ഒരു ചാറ്റെന്ന് പറഞ്ഞാൽ വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചാറ്റിംഗ് ആയിരുന്നെന്നും അത് തനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയെന്നും എന്നുള്ള രീതിയിൽ അവർ സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ടൈമിലാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ സൂര്യയുടെ കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രതികരിക്കാൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി സൂര്യയാണ്. അതായത് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു പെൺകുട്ടിയുടെ, അതായത് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് വേറൊരു സ്ത്രീ ആ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ തൻ്റെ ബന്ധത്തിലിടയ്ക്ക് വന്നിരുന്നു എന്നുള്ള രീതിയിൽ സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ആട് സൂര്യയാണെന്ന് പറഞ്ഞ് കുറേയധികം പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിന് പ്രതികരിച്ചായിരുന്നു സൂര്യ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കുക, എന്താണ് സൂര്യ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ ആ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിനൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജിന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. സൂര്യ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നിങ്ങൾ കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഞാനാണ്. പക്ഷെ ഞാനൊന്നുമില്ല, ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സജിന എന്ന് പറയുന്നത് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ കുറേയധികം പേര് എനിക്കെതിരെ എപ്പോഴും നോക്കിയാലും സംസാരിക്കുന്നവരുണ്ട്. അവരാണ് ഇതേ കണക്ക് വന്ന് പറയുന്നത്. ഞാനുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്ന കുടുംബം തകർക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് നല്ല റിലേഷനും ബന്ധങ്ങളെയൊക്കെ തകർക്കാനുള്ള അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള മനസ്സൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു സൂര്യ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് താഴെ വന്നിട്ട് സൂര്യയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ് ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൂര്യ ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവ് പറയുന്നവർക്ക് റിപ്ലൈ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് സൂര്യയ്ക്ക് ആൾക്കാർ കമൻറ്റിൽ പോസിറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നത്.